കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചില നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഗ്രൂപ്പിസവും ഒപ്പം തന്നെ റിബൽ ശല്യവും. പക്ഷേ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉയർന്നു വരുന്ന ഈ പ്രതിഭാസത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ബി.ജെ.പി മുൻകാലങ്ങളിലൊക്കെ അനുവർത്തിച്ച് പോകുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഏതായാലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ അവിടെ റിബലുകളായും ഗ്രൂപ്പിസത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത 8ഓളം നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. മുൻ മന്ത്രി രഞ്ജിത്ത് ചൗട്ടാലെ അടക്കമുള്ളവരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. നയാബ് സിംഗ് സൈനി, അത് മുഖ്യമന്ത്രിയാണ് ഹരിയാനയിലെ ബി.ജെ.പിയുടെ. ആ സ്ഥാനാർത്ഥിക്ക് എതിരെ പോലും ബി.ജെ.പിയുടെ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തയ്യാറായി. അങ്ങനെയുള്ളവരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. കോൺഗ്രസിലും ഹരിയാനയിൽ സമാനമായ അവസ്ഥ തന്നെയാണ്. കാരണം അതിലും ഗ്രൂപ്പിസവും റിബൽ ശല്യവും വളരെയധികം കൂടുതലാണ്. ഏതായാലും ബി.ജെ.പി വളരെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കുന്നു. ഒരുപക്ഷെ ഇത് ആദ്യമായി തന്നെ ആയിരിക്കാം. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ വിമതന്മാരെയും റിബലുകളെയും പുറത്താക്കുന്ന ഒരു നടപടി സാധാരണഗതി തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത് ചെയ്യാറുള്ളതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പുറത്താക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇത്തരം നേതാക്കൾക്കും റിബലുകൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുക കൂടിയാണ് പാർട്ടി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.